ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. കൂടാതെ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തി തയ്യാറാണോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ്. മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെയില്ല, ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് വിചാരിക്കുക, ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ഫോർ യു. പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു. നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ നിമിഷം ചിന്തിക്കുന്നത്? ഇവിടെ ഡെത്ത് കാർഡാണ് ആദ്യമേ കിട്ടിയിട്ടുള്ളത്. 5 ഓഫ് സ്വേർഡ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അവിടെ ഒരു അവെയർനെസ് ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ യൂണിവേഴ്സ് തന്നെ ഒരു അവെയർനെസ് ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായി, അല്ലെങ്കിൽ ഈ വ്യക്തി കുറച്ചൊരു ചീറ്റിംഗ് ഒക്കെ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടായിരിക്കാം. കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അതിൻ്റെയൊക്കെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കുകളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ 5 ഓഫ് സ്വേർഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വളരെ മോശമായിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടാവാം, അവഗണിച്ചിട്ടുണ്ടായിരിക്കാം, അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഉണ്ടാക്കിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ലവേഴ്സ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരാൾ മറ്റൊരാളിൻ്റെ പ്രവർത്തനം കൊണ്ട് മടുത്തിട്ടുണ്ട്, പ്രവൃത്തി കൊണ്ട് മടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കണം നിങ്ങളുടെ അടുത്ത് കുറച്ച് ചീറ്റിംഗ് ഒക്കെ കാണിച്ചിട്ടുള്ളത്, നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോൾ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയും ഇടപാടുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ അത് നിങ്ങൾ തിരിച്ചു ചോദിക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ചു ചോദിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതും ഇവിടെ ഒരു കാരണമായിട്ട് കാണുന്നുണ്ട്. ഇനി പക്ഷെ ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങളെ മറക്കാനായിട്ട് ആ പേഴ്സണെ സാധിക്കുന്നില്ല. ഇവിടെ 6 ഓഫ് കപ്സ് എന്നുള്ളൊരു കാർഡ് പാസ്റ്റ് ലൈഫിനെ കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണ്. അതുകൊണ്ടൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിൻ്റെ പേരിലാണ് ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ വ്യക്തിക്കൊരു കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്, നഷ്ടബോധം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടാവണം. ആ വ്യക്തിൻ്റെ അടുത്ത് വളരെ കാര്യമായിട്ട് നിങ്ങൾ പെരുമാറിയിട്ടും ഉണ്ടാവണം. ഇപ്പോൾ 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വേറെ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങളില്ലാതെ വ്യക്തിക്ക് സാധിക്കില്ല, പറ്റില്ല. നിങ്ങൾ വേണം, സന്തോഷമില്ല, ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ വേറെ ആരെങ്കിലും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാവാം, വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നവർ ഈ വ്യക്തിയുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ ആ വ്യക്തിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളാണ് ആ വ്യക്തിയുടെ സന്തോഷം എന്നുള്ളത് ആ വ്യക്തി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാതെ സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾ തീരുമാനിച്ചിട്ടുമുണ്ടായിരിക്കാം. ഇവിടെ ബോട്ടം ഓഫ് സ്റ്റെക്ക് 7 ഓഫ് സ്വേർഡ് ആണ് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് ആ പേഴ്സൺ കഴിഞ്ഞ കാലത്തിൽ. അവിടെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടാവും, മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഏതായാലും കുറച്ചൊന്നും അടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൺ ആൻഡ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാവാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നില്ല, പെരുമാറുന്നില്ല, ആ ഒരു സിറ്റുവേഷനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് വളരെയധികം മടുപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പുമായിരിക്കാം. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തി തിരികെ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നല്ലതാണെന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളും ഈ ഒരു വ്യക്തിയെ വിട്ടുകളയാനായിട്ട് അത്രയ്ക്ക് ആഗ്രഹിക്കുന്നൊന്നുമില്ല. ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ,
പക്ഷേ ആ വ്യക്തി നല്ലതായിട്ട് വരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് തന്നെ പോകും. യെസ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വ്യക്തിയുടെ ചിന്തകളിൽ ഒരു അവെയർനെസ് വരണം, നിങ്ങളെ മനസ്സിലാക്കണം, അതുമാത്രമാണ് നിങ്ങൾ പറയുന്നത്. ഈ വ്യക്തി കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. വെറുതെ വന്നിട്ട് കാര്യമില്ല, ഒരു അവെയർനെസ് ഉണ്ടാകണം. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു അവെയർനെസ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും മാറി നിൽക്കുന്നത്. പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വലിയൊരു വാല്യൂ ആ വ്യക്തി നൽകുന്നതായിട്ട് തോന്നിയിട്ടില്ല. പകരം ഒരു കോമാളിത്തരം അല്ലെങ്കിൽ ഒരു കോമാളിയെ പോലെ പലപ്പോഴും നിങ്ങൾ നിന്നു പോയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അത് അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുകയാണോ എന്നൊക്കെ വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനും നിങ്ങളുടെ മനസ്സിലൂടെ മിന്നിമറയാണ്. അപ്പം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരവസ്ഥയായിരിക്കും ഇപ്പോൾ ഉള്ളത്. ഒന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇനി വരുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരവസ്ഥ. ഒന്നും നിങ്ങൾക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തി ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ, പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഓർക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഡിസിഷനൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് വരണില്ല. ഈ വ്യക്തി ആ വ്യക്തിയുടെ ബന്ധനങ്ങൾ, ഒരുപക്ഷെ ആ വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനത്തിലായിരിക്കാം, ആ ബന്ധനങ്ങളെല്ലാം തന്നെ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളെ വേണം എന്ന് വിചാരിച്ച് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പിയാകും. അല്ലാതെ വേറെ ഒന്നും കൊണ്ട് തന്നെ നിങ്ങൾ ഹാപ്പി ആവുകയില്ല. അതുകൊണ്ട് തന്നെ ഉള്ള സ്നേഹം കാണിക്കാത്ത രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു പക്ഷേ ആ വ്യക്തി കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹമുണ്ട്, പക്ഷേ അത് നിങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ അത് നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നിമറയാണ്. ചിലപ്പോൾ മറ്റുള്ളവരും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം, മറ്റുള്ളവരും ഇടപെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ അകറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ വ്യക്തി വളരെയധികം ഇൻറ്റ്യൂട്ടീവാണ്. ആ വ്യക്തിക്ക് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സും എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ മനസ്സ് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, റീഡ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്ക് അറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് വരുന്നതെന്ന്. ആ വ്യക്തിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണെന്നുള്ളത് ആ വ്യക്തിക്കും അറിയാം. ഒരു സ്പിരിച്വൽ സപ്പോർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുള്ളത് അറിയാം. കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുകളയാനായിട്ട് പറ്റുന്നില്ല. അത് ആ വ്യക്തി ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ ചില സത്യങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. ചിലപ്പോൾ ആ ഒരു ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും, പക്ഷെ എന്തോ ഒരു കാന്തിക ശക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഏറെ ബ്ലാക്ക് ഈവിളയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ വേർപെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു അഡിക്ഷൻ ആണുള്ളത്. കൂടാതെ ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഈ ഒരു പേഴ്സൺ ഉണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അവിടെ ഒരു നിങ്ങളെന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ വേണം, ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതൊരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ നഷ്ടങ്ങൾ ആ വ്യക്തി അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം, ഓർക്കുന്നത് കൊണ്ടായിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങൾ വിട്ടുപിരിഞ്ഞപ്പോൾ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങൾ എന്തായിരുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത് പാരൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വിസ്ഡം വന്നിട്ടുണ്ട്. ആ വ്യക്തിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്ലേ ചെയ്യുന്നുണ്ട്, നെഗറ്റിവിറ്റി ഉണ്ട്, ഇതെല്ലാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സ്നീക്കി പ്ലേ ഉണ്ട്, അതെല്ലാം ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുതന്നെയാണ് നിങ്ങളുടെ വിജയം. അതുകൊണ്ടാണ് വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നിരിക്കുന്നത്. ഇവിടെ മൂവിങ് ഓൺ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഇവിടെ ട്രസ്റ്റ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനെ വിശ്വസിക്കാം എന്നുള്ളത് ഇവിടെ ഏഞ്ചൽ കാർഡ് പറയുന്നു.
ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദിസ് സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. ഇത് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കിയേക്കാം എന്നുള്ളത്. ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വസിക്കാം നിങ്ങൾക്ക് എന്നുള്ളൊരു മെസ്സേജാണ് ഏഞ്ചൽ നിങ്ങൾക്ക് തരുന്നത്. ഒരുപക്ഷെ നേരത്തെ നിങ്ങൾക്ക് വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ തന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം ഈ വ്യക്തിയെ. അതുപോലെ തന്നെ ഓൺ ആൻഡ് സിറ്റുവേഷനിലൂടെ അല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നുപോയിട്ടുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയെ വിശ്വസിക്കാത്തത്. ഇവിടെ പേഴ്സൺ നെയിം O എന്നാണ് കിട്ടിയിട്ടുള്ളത്, Q എന്ന് കിട്ടിയിട്ടുണ്ട്, B, F, X എന്ന് കിട്ടിയിട്ടുണ്ട്, Y, N, L, C, K, V, W. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിലെ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. 12 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 27 നിങ്ങളുടെ ഏജ് ആവാം, പേഴ്സൻ്റെ ഏജ് ആവാം, ബർത്ത് ഡേറ്റ് ആവാം. ആർക്കേഞ്ചൽ മിഖായേലിൻ്റെ സംരക്ഷണം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. ആർക്കേഞ്ചൽ റാഫേൽ 11 എന്നൊരു ഡേറ്റ്, ഓറഞ്ച് കളർ, 17 എന്നൊരു ഡേറ്റ്, വെർഗോ, ലവ് എന്ന് കിട്ടിയിട്ടുണ്ട്, പാരൻസ്, ടോറസ്, പിങ്ക് കളർ, ക്യാൻസർ, ബ്രദർ, സാജിറ്റേറിയസ്, 10 എന്നൊരു ഡേറ്റ്, 4 എന്നൊരു ഡേറ്റ്, ആർക്കേഞ്ചൽ യൂറിയൽ, ബ്ലൂ കളർ, സ്കോർപിയോ, ഏരീസ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി പ്ലേസസ് എടുക്കാം. ഏതൊക്കെ പ്ലേസസ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നത് എന്നുള്ളത് നോക്കാം. എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട്, ബാംഗ്ലൂർ, തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, തൃശ്ശൂർ. അപ്പോൾ ഇത്രയും പ്ലേസസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പ്ലേസുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ഏഞ്ചലിനോട് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ എടുക്കുന്നത്. ഗെറ്റ് മോർ ഇൻഫോർമേഷൻ. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾ വിചാരിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടും. അതിന് സപ്പോർട്ടിംഗ് കാർഡ്, ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നടക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ നോ എന്നുള്ളതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ്. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. കാരണം ഏകാഗ്രത നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ആകാനായിട്ട് ഉപകരിക്കും. അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് ഡിവൈൻ പറയുന്നുണ്ട്, ഏഞ്ചൽ പറയുന്നുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ ഒന്നും ചെയ്യാത്തവർക്കാണെങ്കിൽ അത് തുടങ്ങാനുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാം. ഇവിടെ എസ് എന്നുള്ള ആൻസർ. അങ്ങനെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആൻസർ ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ എനിക്കിതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, നിങ്ങളോടും ദൈവത്തോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.